ഹായ് ഓൾ, ഐ എം ഡോക്ടർ അനൂപ് പി എസ്. ഞാൻ ബസ്ലറിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ഫ്രീലാൻസേഴ്സ് ആവാം, സ്റ്റുഡൻസ് ആവാം, പ്രൊഫഷണൽസ് ആവാം, ഹോം വർക്കേഴ്സ് ആവാം. അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാർ നമ്മുടെ ചുറ്റിലുമുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇവർക്ക് ഈ പറയുന്ന ഈ സ്കിൽസിനെ പ്രോപ്പറായിട്ട് അവർക്കൊരു ഏണിംഗ് ആക്കി മാറ്റാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ പല സ്കില്ലുള്ള ആൾക്കാർക്കും അങ്ങനെ ചെയ്യാനുള്ള ഒരു മാർഗം ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം ബസ്ലർ ശരിക്കും പറഞ്ഞാൽ ബസ്ലർ ബിൽഡ് ചെയ്ത് തന്നെ വളരെ ലളിതമായ ഒരു ആശയത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർക്കെല്ലാം സ്കില്ലുണ്ട്, ഈ സ്കില്ലിനൊക്കെ ഒരു വാല്യൂ ഉണ്ട്. അപ്പം പ്രോപ്പറായിട്ട് ഈ സ്കില്ല് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു ലളിതമായ ആശയത്തിലാണ് ശരിക്കും ബസ്ലർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഒരു വിദ്യാർത്ഥി എന്ന് പറയുമ്പം ആ വിദ്യാർത്ഥിക്കുള്ള സ്കില്ല് വെച്ചിട്ട് അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസേഴ്സിന്, ഓൾറെഡി ഫ്രീലാൻസേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അവർ കുറേ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അവർക്കൊരു ട്രസ്റ്റഡ് പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ പറ്റുക. നമ്മുടെ ഹോം വർക്കേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഇവർക്ക് എല്ലാം കുറേ സ്കിൽസ് ഉണ്ടാവും. ഈ സ്കിൽസിനെ അവർക്ക് പബ്ലിക്കലി ഷോക്കേസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ വലിയ കാര്യമാണ്. അവർക്കത് ഷോക്കേസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അത് അവർ ഷോക്കേസ് ചെയ്ത് അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമല്ലേ ഇത്. അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സർവീസ് എടുക്കുന്ന ആൾക്കാർ, നമ്മൾ സീക്കേഴ്സ് എന്നാണ് പറയുന്നത്. ആ സീക്കേഴ്സിന് അവർക്ക് ആവശ്യമുള്ള സ്കിൽസ് ഒരാളുടെ കയ്യിൽ നിന്നും അവർക്ക് ബുക്ക് ചെയ്ത് ആ സ്കിൽസിനുള്ള പേയ്മെൻറ്റ് കൊടുത്ത് അത് വാങ്ങാൻ പറ്റുക, അല്ലെങ്കിൽ അവർക്ക് ആ സർവീസ് വാങ്ങാൻ പറ്റുക എന്ന് പറയുന്നതും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന്, അതായത് ഈ പറയുന്ന സ്കിൽസുള്ള ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി ഗ്രോ ചെയ്യുന്നത് പോലെ തന്നെ സ്കിൽസ് വാങ്ങേണ്ട ആൾക്കാർക്ക്, അതായത് സർവീസ് ആവശ്യമുള്ള ആൾക്കാർക്ക്, അവർക്ക് ഇതിൽ നിന്ന് സർവീസ് എടുക്കാനും പറ്റിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റമാണ് ശരിക്കും ബസ്ലർ എന്ന് പറയുന്നത്. ബസ്ലർക്ക് ഒരു ബസ്ലറായിട്ട് ഒരാൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ചെയ്യുമ്പം അയാൾക്കൊരു ബുക്കിംഗ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, അയാൾക്ക് ആ ബുക്കിങ്ങിലൂടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടുക, ഓപ്പർച്യൂണിറ്റി വഴി അപ്സ്കില്ലിംഗ് നടക്കുക, അപ്സ്കില്ലിംഗ് കഴിഞ്ഞ് അയാളൊരു വലിയ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക എന്നുള്ള അങ്ങനത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റിലേക്കാണ് അയാൾ എത്തേണ്ടത്. അപ്പം അതാണ് ശരിക്കും ഒരു ബസ്ലർ ആപ്പിൽ കിട്ടേണ്ട ആ ഒരു പാത്ത് വേ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഒരു സീക്കറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരു സീക്കർക്ക് തൻ്റെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ബസ്ലർ അതിനകത്ത് ബുക്ക് ചെയ്യാൻ പറ്റണം. ആ ബസ്ലർ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബസ്ലർ ആയിരിക്കണം. അപ്പം അങ്ങനെ ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്കിൽസ് ഉള്ള ബസ്ലേഴ്സിനെ ബുക്ക് ചെയ്യാൻ സീക്കേഴ്സിന് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കണം ബസ്ലർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും പറഞ്ഞതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്താണ് ബസ്ലർ എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ, നിങ്ങളുടെ ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർക്കോ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റം വളരെ അത്യാവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞങ്ങളും ഇത് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയത്. ശരിക്കും ഞങ്ങൾ അതുകൊണ്ടാണ് ഇത് ബിൽഡ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസിനെ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റാനും ദെൻ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പല സ്കിൽസിനെ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് സർവീസായിട്ട് എടുക്കാനും പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ബസ്ലർ. For what people can do. Thank you.